കരസേനയുടെ മട്ടും ഭാവവും മാറ്റുന്നതിനുള്ള ആദ്യഘട്ട പരിഷ്കാരങ്ങൾക്ക് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ അംഗീകാരം നൽകിക്കഴിഞ്ഞു. മാറുന്ന കാലത്തിനനുസരിച്ച് സേനയെ യുദ്ധക്ഷമമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് പരിഷ്കാരം നടപ്പിലാക്കുന്നത്. പരിഷ്കാരം പൂർണ്ണമാകുന്നതോടെ 13 ലക്ഷം അംഗസംഖ്യയുള്ള കരസേന കൂടുതൽ കരുത്തുറ്റതാകും. 12 സ്വതന്ത്ര പഠനങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സമഗ്ര മാറ്റം കൊണ്ടുവരുന്നത്. ഭാവിയിൽ യുദ്ധമുഖത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ആധുനിക യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനും സമൂഹ മാധ്യമങ്ങളിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനും പുതിയ വിവരശേഖരണ വിഭാഗം രൂപവൽക്കരിക്കാനും ഈ മാറ്റം ഊന്നൽ നൽകുന്നുണ്ട്. കരസേന ആസ്ഥാനത്ത് സൈനിക നീക്കത്തിനും നയതന്ത്ര രൂപവൽക്കരണത്തിനും ഡെപ്യൂട്ടി ചീഫ് ഓഫ് ദ ആർമി മിലിറ്ററി ഓപ്പറേഷൻസ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന പുതിയ തസ്തിക സൃഷ്ടിക്കൽ, വിജിലൻസും മനുഷ്യാവകാശ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ പ്രത്യേക സംവിധാനം തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിലെ പ്രധാന മാറ്റങ്ങൾ. ഇപ്പോൾ സൈനിക ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 229 ഉദ്യോഗസ്ഥരെ ചൈന പാകിസ്ഥാൻ അതിർത്തി മേഖലയിലേക്ക് പുനർവിന്യസിപ്പിക്കും. സൈനിക ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഏതാണ്ട് 20% വരുന്ന ഉദ്യോഗസ്ഥരെയാണ് അതിർത്തിയിലേക്ക് മാറ്റുന്നത്. സൈനിക നടപടികൾ, സൈനിക ഇന്റലിജൻസ്, സ്വതന്ത്രപരമായ ആസൂത്രണം, ഓപ്പറേഷൻ ലോജിസ്റ്റിക് എന്നിവയുടെ ചുമതലയാകും ഡെപ്യൂട്ടി ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് സ്ട്രാറ്റജികൾ വഹിക്കുക. നിലവിൽ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ്, ഡയറക്ടർ ജനറൽ മിലിറ്ററി ഇന്റലിജൻസ് എന്നിവരാണ് ഈ ചുമതല വഹിക്കുന്നത്. വിജിലൻസ്, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യാനുള്ള വിഭാഗങ്ങൾക്ക് മേജർ റാങ്കിങ്ങിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കും നേതൃത്വം നൽകുക. അതേസമയം പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെത്തിയ രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും കട്ടെടുത്തതാണെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് അതിപ്രധാന രേഖകൾ പരാതിക്കൊപ്പം സമർപ്പിക്കുന്നത് വഴി പരാതിക്കാർ ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചതാണെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. റാഫേൽ വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നതിനിടെ പരാതിക്കാരനായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ഹിന്ദു ദിനപത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടും അനുബന്ധ രേഖകളും സമർപ്പിക്കാൻ കോടതിയുടെ അനുവാദം തേടി. എന്നാൽ നേരത്തെ സമർപ്പിച്ച രേഖകൾ മാത്രമാണ് പരിഗണിക്കുന്നതെന്ന് വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ച് പുതിയ രേഖകൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിനിടെയാണ് അറ്റോർണി ജനറൽ ഹിന്ദു ദിനപത്രം ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചുവെന്ന് വാദിച്ചത്. രേഖകൾ പുറത്തെത്തിയ സംഭവത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നടപടിയെടുത്തുവെന്ന് കോടതി ആരാഞ്ഞു. സംഭവം അന്വേഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു. രഹസ്യരേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ചു പുറത്തെത്തിച്ചത് നിലവിൽ ജോലി ചെയ്യുന്നവരോ വിരമിച്ചവരോ ആയ ഉദ്യോഗസ്ഥരാണ്. ഇതേക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത്തരം രേഖകൾ ഒരു തരത്തിലും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ പുറത്തെത്തിക്കാൻ പാടില്ല. കോടതിയിൽ പരാതിക്കൊപ്പം നൽകുന്നതും അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പുനഃപരിശോധനാ ഹർജി തള്ളിക്കളയണം എന്നാണ് അറ്റോർണി ജനറൽ ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.